ഒരു റേസ് ഡേ പെർഫെക്റ്റ് ആവാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സിലൊന്നാണ് നമ്മളിടുന്ന ടീഷർട്ട് അല്ലെങ്കിൽ ഷോർട്സ് അല്ലെങ്കിൽ റണ്ണിങ് ഷൂസ്. സോ ഞാൻ റേസ് ഡേയിൽ ഇടാറുള്ള കുറച്ച് റണ്ണിങ് ഷോർട്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പ്യൂമയുടെ റൺ വെലോസിറ്റി സീരീസിലുള്ള ഒരു 3 ഇഞ്ച് സ്പ്ലിറ്റ് ഷോർട്സ് ആണ്. സോ 3 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ ലെങ്ത്ത് ഭയങ്കര കുറവാണ്. പക്ഷേ നമുക്ക് ആവശ്യമുള്ള എല്ലാം പ്യൂമ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ജെല്ല് വെക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പൗച്ചുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് കീയൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. സോ ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. പ്രത്യേകിച്ച് ചൂടും ഹ്യൂമിഡിറ്റിയൊക്കെ അത്യാവശ്യം ഉള്ള ദിവസങ്ങളിൽ ഇടാൻ പറ്റിയ ഒരു റേസ് ഡേ ഷോർട്സ് ആണ്. ഈ കാണുന്നത് ആഗ്വൻ്റെയുടെ എൻഡ്യൂറോ ഫ്ലെക്സ് എന്ന് പറഞ്ഞ 5 ഇഞ്ച് ഷോർട്സ് ആണ്. എൻ്റെയിലുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള റണ്ണിങ് ഷോർട്സിലൊന്നാണ്. പക്ഷേ അതിനുള്ള വാല്യൂ ഉണ്ട്. കാരണം 6 പോക്കറ്റാണ് ഇതിലുള്ളത്. ഒരെണ്ണം ബാക്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഫോൺ ഫുള്ളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു പൗച്ചാണ്. പിന്നെ അകത്ത് ഇഷ്ടംപോലെ പോക്കറ്റ്സ് ഉണ്ട്. സോ നമ്മളിപ്പോൾ ഒരു ഹാഫ് മാരത്തോൺ പോലെ ഡിസ്റ്റൻസിൽ നമ്മുടെ തന്നെ ജെല്ലൊക്കെ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. എൻ്റെ UST ഹാഫ് മാരത്തോൺ ആയിരുന്നു എൻ്റെ ഫാസ്റ്റസ്റ്റ് ഹാഫ് മാരത്തോൺ. അത് ഞാൻ ഓടിയത് ഈ ഷോർട്സ് ഇട്ടിട്ടായിരുന്നു. എൻ്റെ ഏറ്റവും കൂടുതലുള്ള ഡെക്കാത്തലോണിലെ റണ്ണിങ് ഷോർട്സ് ആണ്. ഇത് കിപ്രണ്ണിൻ്റെ തന്നെയാണ്. കിപ്രണ്ണിൻ്റെ പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മോഡലാണ്. കിപ്രൺ സ്റ്റാർട്ടിങ് ഒരു 800-700 റേഞ്ചിനൊക്കെ ഉണ്ട്. ഇതൊരു 1500+ ആണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ എയറോഡൈനാമിക് ആണ്. ഇത് 3.5 ഇഞ്ച് ആണെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. എനിക്കറിയില്ല, 5 അല്ല 3 അല്ല. സോ അതിൻ്റെ രണ്ടിൻ്റെ നടുക്കുള്ളൊരു ലെങ്ത്താണ് ഇതിന് വരുന്നത്. ഇതും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതാണ് ഈ കിപ്രൺ സീരീസിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതിൻ്റെ പേര് ഞാൻ ഈ താഴെ ഇടുന്ന ക്യാപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. സോ എൻ്റെ ഏറ്റവും കൂടുതലുള്ളത് ഈ മോഡലാണ്. നിങ്ങൾക്കിപ്പോൾ റണ്ണിങ് ഷോർട്സിനേക്കാളും കംഫർട്ടബിൾ ആയിട്ടുള്ള റണ്ണിങ് ടൈറ്റ്സ് ആണെങ്കിൽ പ്യൂമയുടെ ഈ റണ്ണിങ് ടൈറ്റ്സ് നല്ലൊരു ഓപ്ഷനാണ്. സോ എനിക്ക് ടൈറ്റ്സ് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. ഇതൊരു 9 ഇഞ്ച് റേസ് ഡേ പെർഫോമൻസ് ടൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്യൂമയുടെ സാധനമാണ്. ഒരു റേസിന് ഞാൻ യൂസ് ചെയ്തു. കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതേ ആണ്, കംഫർട്ടബിൾ ആണ്. പക്ഷേ ഈ ജെല്ലൊക്കെ വെക്കാനുള്ള സ്പേസ് കുറച്ച് കുറവാണ്. അതുപോലെ ഇത് ടൈറ്റായിരിക്കുന്നതുകൊണ്ട് തന്നെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ നിങ്ങൾക്ക് ടൈറ്റ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. സോ ഞാനീ കാണിച്ച എല്ലാ റണ്ണിങ് ഷോർട്സിനെയും പറ്റിയുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ ലോങ് ഫോർമാറ്റായിട്ട് ഞാൻ ഇടുന്നുണ്ടാവും. സോ ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ ചെക്കൗട്ട് ചെയ്താൽ മതി. യൂട്യൂബിൽ ആ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്റ്റോറിയിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ഇതുപോലത്തെ റണ്ണിങ് കണ്ടൻറ്റും വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ റണ്ണിങ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.